ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഗൈസ്, ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കാണുമ്പോഴേ അത്യാവശ്യം മനസ്സിലാവും, ഏകദേശം ഒരു മസ്കുലർ ലുക്കൊക്കെ തന്നെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഇതൊരു ഫോർഡിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഫോർഡിൻ്റെ ഒരു വണ്ടി തന്നെയാണ് ഗൈസ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ളൊരു പേര് തന്നെയാണ്. ഫാൽക്കോൺ CS GT HO ഫോർസ എഡിഷൻ എന്നാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ എഡിഷൻ. ഫോർസ എഡിഷൻ എന്ന് പറയുന്നത് അത് അവരുടെ ഗെയിമിൻ്റെ ഒരു സംഭവമാണ് ഗൈസ്. ബാക്കിയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗൈസ്. ഇത് ഏകദേശം ഒരു 1972 മോഡൽ ഒരു ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. നമ്മൾ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പണിതിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം തന്നെ കാണിക്കുന്നുണ്ട് ഗൈസ്. അതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. നമ്മൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ വണ്ടി ഏതെങ്കിലും വണ്ടി വേണം ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ്. പിന്നെന്താ, നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്കൊക്കെ പോകാം ഗൈസ്. ഏകദേശം ഇവിടുന്ന് ഒരു എത്രയായിരുന്നു ഗൈസ്, ഇവിടെ എത്ര 8.4 കിലോമീറ്റർ ഏകദേശം ട്രാക്കുണ്ട് ഗൈസ്. ഈ ഒരു വണ്ടിയുടെ ഈ ഒരു എഡിഷൻ എന്ന് പറഞ്ഞൊരു ഫ്ലെയിമിങ് എഡിഷൻ പോലെ നമ്മളാക്കി നമ്മൾ പണിത്. പിന്നെന്താ പറയുക, നമ്മൾ റിമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്ത് എൻജിനും കാര്യങ്ങളൊക്കെ നമ്മൾ പണിത് നമ്മൾ ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി കൊണ്ട് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകും. ഏകദേശം ഒരു 8.1 കിലോമീറ്റർ ഉണ്ട് പോകാൻ. ദൂരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗൈസ് അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒന്ന് കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഗൈസ് വലിയ സമയമൊന്നും എടുക്കത്തില്ല. ഏകദേശം ഒരു എത്ര 1 മിനിറ്റ് അല്ലെങ്കിൽ എത്ര സമയമൊക്കെ എടുക്കത്തുള്ളൂ ഗൈസ്. അല്ല നമ്മൾ പെയ്യ വണ്ടി ഓടിച്ചൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്കറിയാലോ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ടൊരു സമയമാണ്. ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗൈസ് ഈ ഒരു സമയം കൊള്ളത്തില്ല. ഈ ഒരു സമയം വെച്ചാൽ ഒട്ടും കൊള്ളത്തില്ല. കാരണം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടിക്ക് ഗ്രിപ്പും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. വണ്ടിക്ക് അതിനനുസരിച്ചുള്ള ഒരു നമ്മൾ ആ ഒരു റോഡിൽ കൂടെ അത്ര സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി പിടിച്ച് കഴിഞ്ഞാൽ നിൽക്കേണ്ട വണ്ടിയാണെങ്കിൽ പോലും വണ്ടി നിൽക്കത്തില്ല. കാരണം അത്രയും മഞ്ഞിൻ്റെ ആ ഒരു ഈ ഒരു ഗെയിമിൽ കാണിക്കും ഗൈസ്. അതങ്ങനെയാണ് ഈ ഒരു ഗെയിമിൽ അങ്ങനെ കാണിക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഗൈസ് ഇതിലുള്ളത് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഇതിലോട്ട് പോകാം, ട്രാക്കിലേക്ക് പോകാം ഗൈസ്. ഈ ഒരു ഏരിയ കുഴപ്പമില്ല. ഫ്ലെയിം എഡിഷൻ എനിക്ക് ആ ഫ്ലെയിമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ എൻജിനും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അത്യാവശ്യം സെറ്റായി. പിന്നെ ഗൈസ് ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർസ എഡിഷനാണ്. ഫോർസ എഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അതിലെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്തോ സംഭവം എനിക്ക് ഇതുവരെയായിട്ട് ശരിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അതിലെന്തോ ഒരു സ്പെഷ്യാലിറ്റി ആ ഒരു എഡിഷൻ കാർസിനുണ്ട്. പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ, ഈ വണ്ടി ഇങ്ങനെ ഓടുന്ന സമയത്ത് കാണിക്കത്തില്ല മണ്ടയ്ക്കൊരു സംഭവം, ഇങ്ങനെ ഡ്രിഫ്റ്റ് അങ്ങനെയൊക്കെ ഒരു സംഭവം കാണിക്കില്ല. ആ ഒരു ഇതിൻ്റെ സംഭവമൊക്കെ കൂടുതലാണ് ഈ ഫോർസ എഡിഷനകത്ത്. പിന്നെ വീൽ സ്പിന്നും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും ഈ ഒരു സംഭവത്തിൽ. അങ്ങനെ കുറേ കൊച്ചു പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം പവറിന് വലിയ മാറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ചെറിയൊരു വേരിയേഷനൊക്കെ കാണും ഗൈസ്. ചെറിയൊരു വേരിയേഷനൊക്കെ കാണും. എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. നമുക്കുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടായിരുന്നു. പക്ഷേ ഗൈസ് അതായത് നമ്മൾ ഇത് കയറാതെ നമ്മുടെ ഫെസ്റ്റ് കയറാതെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഗൈസ് നമ്മൾ ഫെസ്റ്റ് കയറുന്നുണ്ട്. ഫെസ്റ്റ് കയറുമ്പോൾ കുറച്ചുകൂടെ കിലോമീറ്റർ കുറയും ഗൈസ്. ഏകദേശം നമ്മൾ ഫെസ്റ്റിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ടാസ്ക് ഒരു ഏരിയ ആണ് ഗൈസ് ഈ ഒരു ഫെസ്റ്റിൻ്റെ ഇവിടെ ഗൈസ്. നൈസായിട്ട് ഡ്രിഫ്റ്റ് അടിക്കുക. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം. ഏകദേശം 5.0 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ കാണുമ്പോഴേ അറിയാം അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഗൈസ് എനിക്ക് തോന്നുന്നത് പവർ സ്റ്റിയറിംഗ് അല്ലായിരിക്കും അല്ലേ? പവർ സ്റ്റിയറിംഗ് ഒരിക്കലും ആവത്തില്ല. കാരണം 90 ആയതുകൊണ്ട്, എത്ര 90-70 ആയിരുന്നു തോന്നുന്നു ഗൈസ്. എന്തായാലും അതുകൊണ്ട് പവർ സ്റ്റിയറിംഗ് ആവാൻ ഒരിക്കലും വഴിയില്ല. നമുക്ക് നേരെ പോകാം ഗൈസ്. ഈ ഒരു ഗെയിമിൽ അത്യാവശ്യം നല്ല ഫോർഡിൻ്റെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് ഗൈസ്. ഫോണിൻ്റെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ റോൾസ് റോയ്സും കാര്യങ്ങളും ഒന്നും ഈ ഒരു 4-ലില്ല, 5-ലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്.
4ൽ ആ ഒരു റോൾസ് റോയ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കയറിയാണ് ഗൈസ് പോകേണ്ടത്. ഏകദേശം ഈ ലെഫ്റ്റാണ് ഗൈസ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ ഉറപ്പായിട്ടും ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ അത്യാവശ്യം ഒരു റീച്ച് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഗീവ് അവേ കൊടുത്തിരിക്കും ഗൈസ്. നമ്മുടെ വണ്ടി നൈസായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ബാക്കിലോട്ട് നോക്കിയ സമയത്ത് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക ഗൈസ്, നമ്മൾ ഉറപ്പായിട്ടും ഗീവ് അവേയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും. 100% നമ്മൾ ഗീവ് അവേ ഒക്കെ കൊടുത്തിരിക്കുകയായിരിക്കും ഗൈസ്. എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. ഏതെങ്കിലും വണ്ടി വേണം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ആ ഒരു വണ്ടി കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. മാക്സിമം നമ്മൾ ആ ഒരു വണ്ടി കൊണ്ടുവരും. കാരണം ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ മാക്സിമം ഇപ്പം നമുക്ക് വന്ന കമൻസിലൊക്കെ മാക്സിമം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. മാക്സിമം വണ്ടികൾ ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് തന്നെ പറയുന്നത്. നമ്മൾ ഒരുമാതിരിപ്പെട്ട വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരും ഗൈസ്. വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണിയും ചെയ്യും ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന വണ്ടികൾ മാത്രമല്ല, നമ്മളതിൽ തന്നെ കുറേ വണ്ടികൾ, ഈ വണ്ടിയൊക്കെ നമുക്ക് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഇതൊക്കെ നമ്മളായിട്ട് തന്നെ ഇറക്കുന്ന വണ്ടികളാണ് ഗൈസ്. ഒന്നും ആരും പറഞ്ഞൊന്നും തരില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഏകദേശം നല്ലൊരു പോക്ക് ഇവിടെ നിന്ന് പോകാം ഗൈസ്. ഈ രീതിയിൽ നല്ല രീതിയിൽ എത്തും ഗൈസ്. ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നോ അതോ ഇപ്പോൾ കത്തുന്നതാണോ എനിക്കറിഞ്ഞില്ല ഗൈസ്. വെയിലടിക്കുമ്പോഴാണോ കത്തുന്നത് സംഭവം ഗൈസ്? എനിക്ക് റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്ന് റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നു, അല്ലാത്തപ്പോൾ അത് കത്തുന്നില്ല എന്നാണ് ഗൈസ്. ഇല്ല കേട്ടോ, അത് റിഫ്ലക്ഷനാണ്. അത് വെയിലടിക്കുമ്പോഴുള്ള റിഫ്ലക്ഷൻ കേട്ടോ ഗൈസ്. നമ്മളെന്തായാലും റിംഗ് റോഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നേരെ നമ്മുടെ ട്രാക്കിലേക്ക് കയറ്റാം. നമ്മൾ നൈസായിട്ട് ലൊക്കേഷൻ വേറെ ഒരെണ്ണമാണ് ഇട്ടേക്കുന്നത്, അതാണ് മെയിൻ പ്രശ്നം. ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയ സീനൊന്നും ഇല്ല, നമുക്ക് നൈസായിട്ട് പോവാം. നമുക്ക് വലിയ ശല്യമാവും തോന്നുന്നില്ല ഗൈസ്. എന്തായാലും ഇവിടോട്ട് വണ്ടിയാണ് ഗൈസ്. ഒരു കുട്ടിയിലെ ലുക്കായി കേട്ടോ, കുട്ടിയിലെ ലുക്കായി. പക്ഷെ നമുക്ക് ആ ഫ്ലെയിം എഡിഷൻ കുറച്ചുകൂടെ ഇതായിട്ട് എടുത്തെടുത്ത് നിൽക്കുമായിരുന്നു, കൊള്ളായിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. ഇതിനകത്ത് കയറുമ്പോൾ നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഇതാണ് ഗൈസ്. ആ ചേട്ടാ അത് എൻ്റെ സൈഡിൽ കൂടെ വണ്ടി കൊണ്ട് ഉപയോഗിക്കുന്നത് ഏതോ ഓൺലൈൻ പ്ലെയറാണ്. നമുക്ക് വണ്ടി കൊണ്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഗിയർ 100, സെക്കൻഡ് ഗിയർ 150, തേർഡ് ഗിയർ 208 ഗൈസ്. ഫോർത്ത് ഗിയർ 250 ഗൈസ്. ഫോർത്ത് ഗിയർ വീണ്ടും 267, ഫിഫ്ത്ത് ഗിയർ 315 ഗൈസ്. സിക്സ്ത് ഗിയർ ഏകദേശം 370, 80 ഗൈസ്. 180, 90 ഗൈസ്. 400 ഗൈസ്. 404, 405, 410, 12 ഗൈസ്. 13 ഗൈസ്. 413 കയറിയിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി റോഡിൻ്റെ. ഓ ഗൈസ്, കൺട്രോൾ ചെയ്യും 413 ഗൈസ്. ഈ ഒരു വണ്ടി ഇത്ര മതി, ഇത്രയും പവർ മതി. നമ്മൾ പണിയുന്ന വണ്ടിയൊക്കെ മാക്സിമം 400 കയറ്റാൻ നോക്കുക. 400 കയറ്റാൻ നോക്കിയില്ലെങ്കിലും ചില വണ്ടികളൊക്കെ പണിയുമ്പോൾ നല്ല വൃത്തിക്ക് പണിതാലും കുഴപ്പമൊന്നുമില്ല. 400 കയറിയില്ല, അത്രയും കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഗൈസ് മാക്സിമം വണ്ടിയൊക്കെ വൃത്തിക്ക് പണിയുക. ഏതോ ഒരുത്തൻ ഇടിച്ച് തെറിപ്പിച്ച അവന്മാരെയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനും ഇടിച്ചൊരെണ്ണത്തിന് വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് അടുത്ത് വരുമ്പോഴേ കാണത്തുള്ളൂ ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഏകദേശം ഇത്രേ ഉള്ളൂ സമയം എന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഈ ചാനൽ അവരെ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു വണ്ടി നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. എന്തായാലും ബൈ.